പിന്നെ നമ്മൾ കേൾക്കുന്ന സാധനമാണ്. അതായത് പഴം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഡയബറ്റിക് രോഗികൾക്ക് ഷുഗർ ലെവൽ ഭയങ്കരമായിട്ട് റൈസ് ആവും എന്നുള്ളത്. അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ചില പഴങ്ങൾ ഗ്ലൈസെമിക് ഇൻഡെക്സ് വളരെ കൂടുതലുള്ള ചില പഴങ്ങൾ നമ്മളുടെ ഭക്ഷണത്തിൽ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അധികമായി പഴുത്ത ചക്ക, അധികമായി പഴുത്ത മാങ്ങ, അധികമായി പഴുത്ത ഏത്തപ്പഴം, ഇതൊക്കെ നമ്മളുടെ ഈ ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടുതലായതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്നത് നമുക്കൊരു ഷുഗർ സ്പൈക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതേ സമയത്ത് നമുക്ക് നന്നായി കഴിക്കാൻ പറ്റുന്ന ഗുവയുണ്ട്, ആപ്പിളുണ്ട്, പപ്പായുണ്ട്, ബാക്കിയുള്ള ഭൂരിപക്ഷം വരുന്ന എല്ലാ ഫ്രൂട്ട്സുകളും നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അത് ഗ്ലൂക്കോസ് കണ്ടൻറ്റ് കൺട്രോൾഡ് ആയിരിക്കും, കുറവായിരിക്കും. കമ്പയറിങ് ടു നമ്മളിപ്പോൾ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്ന അരിയോടും ഗോതമ്പിനോടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ മച്ച് ബെറ്ററാണ് ഈ പറഞ്ഞ ഫ്രൂട്ട്സ് എല്ലാം. അതുമാത്രമല്ല, ഈ ഫ്രൂട്ട്സിൽ ഫൈബർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ, ഈ ഫ്രൂട്ട്സിൽ ആൻറ്റി ഓക്സിഡൻറ്റ് കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മറ്റ് ഓർഗൻസിനും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഹാർട്ടിനുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വളരെ നല്ലതാണ് ഈ പറയുന്ന ഫ്രൂട്ട്സ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. അതുകൊണ്ട് ഡയബറ്റിക് ഉള്ളവരും ഡയബറ്റിക് ഇല്ലാത്തവർക്കൊക്കെ ഈ പറഞ്ഞ ഗ്ലൈസിമേറ്റ് ഇൻഡെക്സ് കുറഞ്ഞ ഭൂരിപക്ഷം പഴങ്ങളും അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം. അത് അവരുടെ ശരീരത്തിന് വളരെ നല്ലതാണ്, അവരുടെ ഓർഗൻസിന് അത് വളരെ നീഡഡാണ്. ഈ പറഞ്ഞ ആപ്പിൾ ആയിക്കോട്ടെ, പപ്പായ ആയിക്കോട്ടെ, ഗുവ ആയിക്കോട്ടെ, ഗ്രേപ്പ് ആയിക്കോട്ടെ, ഇതൊക്കെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഫ്രൂട്ട്സാണ്.